റഷ്യ ഉക്രൈൻ യുദ്ധം പല രീതിയിലേക്ക് മാറിമറിഞ്ഞു വരികയാണ്. യുദ്ധഭൂമിയിൽ നിന്ന് മറ്റൊരു നെഞ്ചിടിപ്പേറ്റുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉക്രൈനിൽ സ്ഥിതി ചെയ്യുന്നതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ളതുമായ ആണവ നിലയത്തിൽ ഡ്രോൺ ആക്രമണം നടന്ന് തീപിടിച്ചിരിക്കുകയാണ്. ആ ആണവ നിലയത്തിൻ്റെ കൂളിംഗ് ടവർ തകർന്നു, റിയാക്ടറിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു. നിലവിൽ റഷ്യയാണ് ഇവിടെ നിയന്ത്രണം. തീപിടുത്തം 3 മണിക്കൂർ നീണ്ടുനിന്നു. ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ റഷ്യയും ഉക്രൈനും പരസ്പരം പഴിചാരി നിൽക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണിത്. ഡിപ്രോ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷെല്ലിംഗ് നേരത്തെയും നിലയത്തിനടുത്ത് നടന്നിട്ടുണ്ട്. ഉക്രൈനും റഷ്യയും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. 6 റിയാക്ടറുകളുള്ള വമ്പൻ ആണവ നിലയമാണ്. ഷെല്ലിംഗ് മൂലം സാപ്പറീഷ്യയിലെ 2 കെട്ടിടങ്ങൾക്കും കേടുപാടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, റിപ്പയർ ഷോപ്പുകൾ, പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നിലയം. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ ഇവിടം ആക്രമണം നടത്തുന്നത് ആശങ്കാകരമാണെന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ അഭിപ്രായം. ഉക്രൈനിൽ നടന്ന കുപ്രസിദ്ധമായ ആണവ ദുരന്തമാണ് ചെർണോബിൽ. 36 വർഷം മുൻപാണിത് സംഭവിച്ചത്. എന്നാൽ ചെർണോബിൽ നിലയം പോലെ ഒരു പഴഞ്ചൻ രൂപകൽപ്പനയല്ല ഇവിടെയുള്ളത്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാല സുരക്ഷാ സൗകര്യങ്ങളെല്ലാം ഈ നിലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലയത്തിനുള്ളിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളും മറ്റും ചെറുക്കാൻ ഈ ആണവ നിലയത്തിന് ശേഷിയുണ്ടെങ്കിലും യുദ്ധത്തിൻ്റെ ആക്രമണത്തെ നേരിടാൻ അതിന് കഴിയുമോ എന്ന ചോദ്യം ശക്തമാണ്. പാരിസ്ഥിതികമായി വലിയ ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് ആണവ ഇന്ധന മാലിന്യങ്ങൾ വെള്ളത്തിനടിയിൽ സൂക്ഷിക്കുന്ന ടാങ്കുകൾ. ഷെല്ലിങ്ങിൻ്റെയോ വ്യോമാക്രമണത്തിൻ്റെയോ ഭാഗമായി ഇതിൽ ആക്രമണം നടന്നാൽ മാലിന്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനും അത് വഴിവെക്കുകയും ചെയ്യും. നിലയത്തിലേക്കുള്ള ശീതീകരണ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും തകരാർ സംഭവിക്കുന്നതും സ്ഫോടനത്തിനോ വികിരണ ചോർച്ചയ്ക്കോ വഴിവെച്ചേക്കാം. 3000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള മേഖലയിൽ കുഴപ്പങ്ങൾ സംഭവിച്ചേക്കാം. ചെർണോബിലിൽ സംഭവിച്ചതിൻ്റെ 10 മടങ്ങ് തോതുള്ള നശീകരണമാകും ഇതിൻ്റെ ഫലം. 20 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം സ്ഥലം ആണവ മാലിന്യം മൂലം ഉപയോഗശൂന്യമായി മാറാനും സാധ്യതയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ആണവ ദുരന്ത സ്മരണകൾ നിലനിൽക്കുന്നതാണ് യുക്രൈനിലെ ചെർണോബിൽ ആണവ നിലയം. ഈ നിലയവും റഷ്യൻ സേനയുടെ മുന്നിൽ കീഴ്പ്പെട്ടിരുന്നു. 4 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായ ചെർണോബിൽ സംഭവത്തിൻ്റെ അപകടകരമായ വിഷവസ്തുക്കൾ ഇന്നും വഹിക്കുന്ന സ്ഥലമാണ് ചെർണോബിൽ. ഉക്രൈൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ റിപ്പബ്ലിക്കായി നിന്ന് 1986-ലാണ് ചെർണോബിൽ വിസ്ഫോടനം നടന്നത്. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ നിന്നുയർന്ന ആണവ അവശിഷ്ടങ്ങളും വികിരണങ്ങളും തലമുറകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ചെർണോബിൽ മേഖലയിലെ ഭൂമി പോലും ആണവ വസ്തുക്കളാൽ മലീമസമായി. ഇന്നും 100 ടണ്ണോളം ഭാരമുള്ള ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിലനിന്നിരുന്ന മേഖലയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.